നമസ്കാരം. DJ Vision യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സുലൈമാൻ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ കഴിയും. നിങ്ങളൊരു വിദ്യാർത്ഥിയോ അധ്യാപകനോ കൃഷിക്കാരനോ മറ്റേതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്കറിയാം, ഒരുവിധ രക്ഷിതാക്കളൊക്കെ പറയുന്നതാണ് മക്കളുടെ ചിന്ത എന്തെങ്കിലും മോശപ്പെട്ടു വരുന്നത്. അതിനൊരു കാരണം അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാമിംഗ് യൂണിറ്റ് ബ്രെയിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റീപ്രോഗ്രാമിംഗ് യൂണിറ്റും ബ്രെയിന് തന്നെയാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റും ബ്രെയിൻ തന്നെയാണ്. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് എങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത്. അതേപോലെ ഒരു ഫാക്ടറി ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾക്ക് അറിയാവുന്ന ഒരു നെല്ല് കുത്തുന്ന മെഷീനിൽ നമ്മൾ കൊടുക്കുന്നത് നെല്ലാണ്. നെല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നമായിട്ട് വരുന്നത് അരിയും ഉമിയാണ്. ഇനി നെല്ലില് ഇംപ്യൂരിറ്റീസ്, അതായത് മാലിന്യങ്ങൾ, അതുമല്ലെങ്കിൽ പൊടിയും കല്ലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൽ അരിയോടൊപ്പം അതിന്റെ മാലിന്യമായ പൊടിയും കല്ലും ഉണ്ടാവും. ഇതേപോലെ ഏതൊരു ഫാക്ടറി എടുത്താലും ഫാക്ടറി നമുക്കറിയാം, നമ്മൾ അസംസ്കൃത വസ്തു അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം. റോ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായ അല്ലെങ്കിൽ പ്രൊഡക്റ്റായ ഉൽപ്പന്നം നമുക്ക് കിട്ടുള്ളൂ. എങ്ങനെയാണോ റോ മെറ്റീരിയൽ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം. അതുപോലെ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ചിന്തകളാണ്, തോട്ട്സ്. എങ്ങനെ നമുക്ക് ആ ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റാം, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബ്രെയിനിന് നമ്മൾ കൊടുക്കണം റോ മെറ്റീരിയൽ. എങ്ങനെയൊക്കെ ഏതൊക്കെ റൂട്ടിലൂടെ നമുക്ക് റോ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും? 5 റൂട്ടിലൂടെയാണ് നമ്മൾക്ക് റോ മെറ്റീരിയൽ കൊടുക്കാൻ കഴിയുക. അതില് ഒന്നാമത്തത് വിഷൻ, കാഴ്ച. രണ്ടാമത്തത് ഓഡിറ്റർ, കേൾവി. മൂന്നാമത്തത് കിനസ്തെറ്റിക്, ടച്ചിങ്ങിലും. 4 ടേസ്റ്റ്. അഞ്ചാമത്തത് ഓൾഫാക്ട്. ഈ 5 സെൻസ് ഓർഗനിലൂടെയാണ് നമ്മൾ ബ്രെയിനിന് അതിനാവശ്യമായ റോ മെറ്റീരിയൽ കൊടുക്കുന്നത്. ഒന്നാമതായി വിഷ്വലാണ്. എങ്ങനെയാണ് നമ്മൾ വിഷ്വലിലൂടെ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തു? നമുക്കറിയാം, നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് നമ്മൾ വായിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 2 പോയിന്റ്. ഒന്ന്, നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് വായിക്കുന്നത്. കാണുന്നത് നന്നായാലോ ഉണ്ടാവുന്ന ഉൽപ്പന്നവും നന്നാവും. നമ്മൾ സ്ഥിരമായി കാണുന്ന നല്ല കാഴ്ചകൾ നല്ല ഉൽപ്പന്നമായിട്ട് മാറും. അതുപോലെ വായന എന്ന് പറയുന്നത് ബുക്കാവട്ടെ ന്യൂസ് പേപ്പർ ആവട്ടെ, ഇതേതാണെങ്കിലും നല്ല വായന നല്ല ചിന്തകൾ രൂപീകരിക്കുന്നതാണ്. വായനയുടെ മറ്റൊരു പ്രത്യേകത, നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ IQ കൂടുന്നു, IQ ഇൻക്രീസ് ചെയ്യും, IQ കൂടിക്കൊണ്ടിരിക്കും. നല്ല വായന. പ്രഗത്ഭരായ ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് ദിവസം 2-3 മണിക്കൂറുകളൊക്കെ വായിക്കുന്നത്. ആ വായന, പുതിയ വായന, നല്ല വായന IQ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, IQ വർദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തത് ഓഡിറ്ററിയാണ്, കേൾവി. എന്താണ് നമ്മൾ കേൾക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, 2 ചെവി ഒരു നാക്ക്. അപ്പൊ 2 ചെവി
കേൾക്കുന്നത് കൂടുതൽ, സംസാരിക്കുന്നത് കുറവ്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറയുന്നതിന് മുൻപ് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക. കേൾക്കുന്നത് നല്ലതാണെങ്കിൽ ഉണ്ടാവുന്ന ഉൽപ്പന്നവും നന്നാവും. കേൾക്കുന്നത് എപ്പോഴും നല്ലതാകാൻ ശ്രമിക്കുക. നമ്മൾ നല്ലത് കേൾക്കുക. അതുപോലെ സംസാരിക്കുന്നത് വളരെ നല്ല കാര്യങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിന്തകൾ നന്നാവും. അപ്പം എന്താണ് കേൾക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്? ഇത് രണ്ടിലും വരുന്ന മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നമുക്കറിയാം, കേൾക്കുന്നു, കാണുന്നു, ഇത് രണ്ടും. സോഷ്യൽ മീഡിയ എങ്ങനെ നല്ലൊരു ടൂളായി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജീവിത വിജയത്തിന്, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി, ഇതിനൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളായി ഉപയോഗിക്കാൻ പറ്റും. നേരെ തിരിച്ച് സോഷ്യൽ മീഡിയ നമ്മളെ ടൂളായിട്ട് ഉപയോഗിക്കരുത്. സോഷ്യൽ മീഡിയ നമ്മളെ ടൂളായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അലക്ഷ്യത്തിലേക്ക് പോകും. കാരണം ജീവിതം മുരടിച്ചു പോകും. മയക്കുമരുന്നും മദ്യവും പോലെ സോഷ്യൽ മീഡിയയും ഒരു അഡിക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതം മുരടിച്ചു പോകാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് കിനസ്തെറ്റിക് ആണ്. അതായത് ടച്ചിങ്, സഹവാസം എന്ന് പറയും. എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ്, ആരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്, അതനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് ഫ്രണ്ട്സ് നന്നാക്കാൻ ശ്രമിക്കുക. നന്നായി കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തകൾ നന്നാവും. ചിന്തകൾ നന്നായി കഴിഞ്ഞാൽ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും. അടുത്ത പോയിന്റ് ടേസ്റ്റ്. നാം കഴിക്കുന്ന ഭക്ഷണം അധികമായി കഴിഞ്ഞാൽ, കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കുക, രാത്രി വളരെ കുറച്ച് കഴിക്കും. ഭക്ഷണം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചിന്തകളും നെഗറ്റീവായിട്ട് മാറും. ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, നല്ല ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അഞ്ചാമത്തെ പോയിന്റ് ഓൾഫാക്ടറിയാണ്, സ്മെല്ലിംഗ്. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന്, 5 റൂട്ടിലൂടെയാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ അസംസ്കൃത വസ്തു അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പോൾ നല്ല റോ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല ജീവിതം ലഭിക്കണമെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം. നമ്മുടെ ലൈഫ് നന്നാവണമെങ്കിൽ റോ മെറ്റീരിയൽ നന്നാവണം. ബ്രെയിൻ കൊടുക്കുന്ന റോ മെറ്റീരിയൽ നന്നാവണം. റോ മെറ്റീരിയൽ നന്നായാൽ ഉണ്ടാവുന്ന ചിന്തകൾ നന്നാവണം. ഉണ്ടാവുന്ന ചിന്തകൾ നന്നാവണമെങ്കിലോ നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് സംസാരിക്കണം. ഈ 5 റൂട്ടിലൂടെ കിട്ടുന്ന റോ മെറ്റീരിയൽ നന്നായാൽ നമ്മുടെ ജീവിതം നന്നായി, ചിന്തകൾ നന്നായി, നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.